ആകാരകാന്തിജിതവാരിതധാരിതാരേ ശ്രീകാന്തകാന്ത ഉണ്ണിയേ ഉണ്ണിയേ ഇവിടെ എത്തണം വരിക. എന്താ അച്ഛൻ തിരുമേനി വിളിച്ചായിരുന്നോ? എന്താ അത് കഥ? ഇന്ന് കുളിയും ചേപ്പൊന്നില്ലേ? അമ്പലത്ത് പോണ്ടേ? ഒന്ന് മാറിയിരിക്കുക. എവിടെ ഏട്ടൻ തിരുമേനി? വലിയ പൂജാരിയൊക്കെ അല്ലേ? പോയിരിക്കണു, അമ്പലത്തേക്കാന്ന് തോന്നുന്നു. നല്ല ഉറക്കത്തിലായിരുന്നു. ഉണരാൻ വേണ്ടിയിട്ട് നല്ല ചൂരൽ പ്രയോഗം നടത്തേണ്ടി വന്നു. എന്താ അസലായി. നിന്റെ വേളി കഴിഞ്ഞതിന് ശേഷാ പരിഷ്കാരങ്ങൾ കൂടിയത്. നീ കണ്ടില്ലേ അടഞ്ഞു കിടക്കുന്ന? ആ ഏട്ടൻ തിരുമേനി വരുന്നുണ്ടല്ലോ, പൂജാരി. അംഗം ഹരേഹേ പുളകഭൂഷണമാശ്രയം. ഔ, പരിഷ്കാരി പോയപ്പോ ഇവിടെ ഇരിക്കുവല്ലേ? നീ അത്ര അങ്ങോട്ട് ആക്ഷേപിക്കണ്ട. പട്ടണത്തിൽ നിന്നും അനിയൻകുട്ടൻ്റെ വേളി കഴിഞ്ഞതിന് ശേഷാ പരിഷ്കാരങ്ങൾ കൂടിയത്. അല്ല, ഇതിൻ്റെ ഒരു പരിഹാരം വല്ലതും? അച്ഛൻ തിരുമേനി, ഞാനൊരു പോഴണ തോന്നുന്നുണ്ടോ? പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരുമ്പോൾ നമ്മളെ പൂടപ്പിറപ്പിനെ പടിയടച്ച് പിണ്ടം വെക്കുമ്പോൾ ആലോചിക്കണമായിരുന്നു. താൻ അങ്ങനെ പറയണ്ട. അന്ന് അവനൊരു വേളി കഴിച്ചതുകൊണ്ട് അവനൊരു പെണ്ണായി. നീ ഇങ്ങ് പോങ്ങനായി നടക്കല്ലേ? അച്ഛൻ തിരുമേനിക്കും അനിയൻകുട്ടനും എന്നെ കുറിച്ച് അറിയാത്തോണ്ടാ പുറത്ത് എന്നെ എന്താ വിളിക്കുന്നത് അറിയോ? കുട്ടൻ തമ്പുരാന്നാ. കൂട്ടൻ തമ്പുരാന്നായിരിക്കില്ല, പൊട്ടൻ തമ്പുരാന്നായിരിക്കും. അതൊക്കെ പോട്ടെ അച്ഛൻ തിരുമേനി, ഈ പടിയടച്ച് പിണ്ടം വെച്ചിന് എന്താ ഒരു പരിഹാരം? പരിഹാരമൊക്കെ ഉണ്ട്. അതിനുള്ള ക്രിയകൾ അങ്ങോട്ട് ചെയ്യാം. എന്നുള്ളിക്കോളുക. അവിടുന്ന് ഒന്ന് സഹായിക്കുവോ? അങ്ങനെ വേളി കഴിഞ്ഞതിന് ശേഷല്ലേ പടിയടച്ച് പിണ്ടം വെച്ചത്. പറയിപ്പിക്കണ്ട. ഈശ്വരാ, ഇതൊക്കെ കണ്ട കാലം മറന്നു. മതി, ഇത് മതി. ഇനി ക്രിയകൾ അങ്ങോട്ട് തുടങ്ങാം. അച്ഛൻ തിരുമേനി, ക്രിയ വേഗമാകാം. നാവിന് ഉറക്കത്തിന് സമയമായിരിക്കുന്നു. ഹേയ്, ഉണ്ണുക ഉറങ്ങുക ആ ഒരു വിചാരമുള്ളൂ. ആ സമയത്ത് എന്തോ ഒരു പ്രയോഗം ഉണ്ടല്ലോ. ഒരു വാഴ വെച്ചിരുന്നെങ്കിൽ ഇന്നല്ലേ അച്ഛൻ തിരുമേനി ഉദ്ദേശിച്ചത്? രാത്രി 2 മണിക്കാണല്ലോ അച്ഛൻ തിരുമേനി വായിക്കാൻ പോണ. ഹലോ, ഓ ഓ, ദാ വരുന്നു. എന്താ ഉണ്ണി തിരുമേനി? ഹൈ, അങ്ങോട്ട് മാറിക്കുക. അച്ഛൻ തിരുമേനി, ഹൈ, അനിയൻകുട്ടൻ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. കുട്ടൻ തമ്പുരാൻ തെളിയിക്കുന്നുണ്ട്, പക്ഷെ പോയാലാണെന്ന് മാത്രം. അച്ഛൻ തിരുമേനി, ഇതിനി നമുക്ക് വേണ്ട. അച്ഛൻ തിരുമേനി, അനിയൻകുട്ട ഒന്നിനും പുച്ഛിച്ച് കളയണ്ട. ഇതെല്ലാം നമുക്ക് ആവശ്യം വരുന്നതാ. പുത്തൂരം വീട്ടിൽ ജനിച്ചോരെല്ലാം പൂപോലഴ